ഇതൊരു ക്ലോക്കാണേ, ഡിജിറ്റൽ ക്ലോക്ക്, ക്വാർട്സ് ക്ലോക്ക്. അപ്പം നിങ്ങൾ പറയും ഇത് ക്ലോക്കാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ചില കാര്യങ്ങൾ കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ 1.5 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. 1.5 വോൾട്ടിൻ്റെ ഇതുപോലത്തെ ഒരു ബാറ്ററി യൂസ് ചെയ്താൽ ഒരു 6-7 മാസം സുഖമായിട്ട് ഇത് ഓടും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ബാറ്ററി അങ്ങ് മാറ്റും. ഇതാണ് നോർമലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ പിന്നെയും പറയും ഇത് ഞങ്ങൾക്കറിയാമെന്ന്. അപ്പം പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് അതല്ല. ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലൊരു 3.7 വോൾട്ട് 18650 ലിഥിയം അയോൺ ബാറ്ററിയാണ് നമ്മൾ ഈ ക്ലോക്കിന് യൂസ് ചെയ്യുന്നതെങ്കിലോ ഇതൊരു 3-4 വർഷം സുഖമായിട്ട് ഒറ്റ ചാർജിങ്ങിൽ ഓടും ഇല്ലേ? ഞാൻ 3-4 വർഷം പറയില്ല, എന്തോന്നാലും 2 വർഷം എന്തോന്നാലും ഓടും. കാരണം എന്ന് പറഞ്ഞാൽ ഈ 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ ഒരുപാട് കറണ്ടുണ്ട്. ഏകദേശം 2 ആംപിയർ കറണ്ടാണ് ഈ ഒരൊറ്റ ബാറ്ററിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കാരണം 2000 mAh ബാറ്ററിയാണ്. അപ്പം 3.7 വോൾട്ട് നമുക്ക് അതുപോലെ കൊടുക്കാൻ പറ്റില്ല. അതിനെ റെഡ്യൂസ് ചെയ്ത്, അതായത് ലോസ് ഒട്ടുമില്ലാതെ റെഡ്യൂസ് ചെയ്ത് 1.5 വോൾട്ടായിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പം പക്ഷേ ഈ ബാറ്ററിക്ക് നമ്മൾ ഇതുപോലൊരു ഹോൾഡറും കൂടെ ഇടും. അപ്പോൾ എന്താ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റീചാർജ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഊരി എടുത്തുകൊണ്ട് പോയി റീചാർജ് ചെയ്യാം. ഇത് റീചാർജ് ചെയ്യാൻ വെറും 2 മണിക്കൂർ മാത്രം. ഇലക്ട്രോണിക്സ് ആയിട്ട് ആകെ 3 കോമ്പോണൻറ്റേ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ളൂ. ഒരു സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ആക്ഷൻ മാത്രമേ ഉള്ളൂ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇൻ കേസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണേ. പക്ഷേ ഡിസ്ലൈക്ക് ചെയ്യുമ്പം അതിൻ്റെ റീസണും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോഴേ എൻ്റെ കുറവുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈവൻ അടുത്ത ഫ്രണ്ട്സ് പോലും പറയില്ല നമ്മുടെ കുറവുകൾ, കാരണം നമുക്ക് വിഷമാവുമെന്ന് വിചാരിച്ച്. പിന്നെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ചോദിക്കണേ. എൻ്റെ അറിവിൻ്റെ പരമാവധി വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇൻ കേസ് അറിഞ്ഞൂടെങ്കിൽ ആരുടെങ്കിലും ചോദിച്ചിട്ടെങ്കിലും ഞാൻ പറഞ്ഞുതരും. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.